Dear students, we have to do some more problems concerning deduction from gross total income under section 80C. So the first problem, that is, from the following information compute the amount entitled to deduction under section 80C in the assessment of Mr. X for the assessment year 2021-22. അപ്പോൾ മിസ്റ്റർ എക്സ് ആണ് നമ്മുടെ എസ് എസ് സി. നമുക്ക് അദ്ദേഹത്തിൻ്റെ 80C പ്രകാരം ഡിഡക്ഷൻ ആവശ്യപ്പെടാൻ പറ്റുന്നത് എത്ര രൂപയാണ് എന്ന് കണ്ടുപിടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഫസ്റ്റ് ഐറ്റം, ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫ് ₹80,000 ഓൺ ഓൺ ലൈഫ് ടേക്കൺ ഇൻ 2017, ദ പ്രീമിയം പെയ്ഡ് ₹9,000. ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട് 80,000 രൂപയുടെ. സ്വന്തം പേരിലാണ് പോളിസി എടുത്തത്. പോളിസി എടുത്ത വർഷം തന്നിരിക്കുകയാണ് 2017. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസിൽ നിന്ന് ഇത് നമുക്ക് എലിജിബിൾ ആണോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസ് പോളിസി സ്വന്തം പേരിലും സ്പൗസിൻ്റെ പേരിലും കുട്ടികളുടെ പേരിലും എടുത്തു കഴിഞ്ഞാൽ എലിജിബിൾ ആണ്. അപ്പോൾ ഇവിടെ സ്വന്തം പേരിലാണ് പോളിസി എടുത്തത്, അതുകൊണ്ട് ഇത് 80C പ്രകാരം ഡിഡക്ഷൻ എലിജിബിൾ ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് പോളിസി എടുത്ത ഡേറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ 2017 പോളിസി എടുത്തത്. അപ്പോൾ 2012 മുന്നെയാണ് പോളിസി എടുത്തത് എങ്കിൽ പോളിസി എമൗണ്ട് 20%, 2012 ശേഷം എടുത്ത പോളിസി ആണെങ്കിൽ പോളിസി എമൗണ്ട് 10%. അങ്ങനെയല്ലേ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യും ഇത്? നമ്മൾ പ്രീമിയം പേ ചെയ്ത എമൗണ്ട് 9,000, ദെൻ വി വിൽ ബി റൈറ്റിംഗ് 10% ഓഫ് ദ പോളിസി എമൗണ്ട്, ദാറ്റ് ഈസ് 80,000 ഇൻറ്റു 10/100, that is 8,000. So we will be considering this 9,000 and 8,000, and the amount which is less, that is the 8,000, we will be writing as deduction. Then second one, life insurance policy of ₹15,000 on married daughter's life, the premium paid ₹1,000. In this problem also the policy is taken in the name of the child. ഇവിടെ മാരീഡ് ഡോട്ടർ ആണ് എന്നുള്ളത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. കുട്ടിയുടെ പേരിൽ പോളിസി എടുക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതേമാതിരി തന്നെ സണ്ണിൻ്റെ കേസ് പറയുന്ന സമയത്ത് മേജർ സൺ എന്ന് പറയും. അതൊന്നും നമുക്ക് ഇതിന് 80C പ്രകാരം ഡിഡക്ഷൻ ആവശ്യപ്പെടാൻ എലിജിബിലിറ്റി ഇല്ലാതെ ആക്കുന്ന കാര്യമൊന്നുമല്ല. സൺ ആയാൽ മതി അല്ലെങ്കിൽ ഡോട്ടർ ആയാൽ മതി, നമുക്ക് 80C പ്രകാരം നമുക്ക് ഡിഡക്ഷൻ ആവശ്യപ്പെടാം. അപ്പോൾ ഇവിടെ പോളിസി എടുത്തത് 15,000 രൂപയാണ്, പ്രീമിയം പേ ചെയ്യുന്നത് 1,000 രൂപയാണ്. അപ്പോൾ ഇത് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും തന്നെ. കുട്ടിയുടെ പേരിൽ എടുത്തു കഴിഞ്ഞാൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് വർഷം ഏത് എന്ന് പറയാത്തത് കൊണ്ട് തന്നെ പ്രീമിയം പേ ചെയ്ത് 1,000 രൂപ മൊത്തമായിട്ട് നമുക്ക് ഡിഡക്ഷൻ എഴുതാം. Then third one, life insurance policy of ₹40,000 on wife's life taken on 1/5/2021, the premium paid ₹5,000. ഇവിടെ ഭാര്യയുടെ പേരിലാണ് പോളിസി എടുത്തുള്ളത്. അപ്പോൾ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി പോളിസി എടുത്ത ഡേറ്റ് 2021, അതുകൊണ്ട് നമ്മൾ എന്തെഴുതും? നമ്മുടെ പോളിസി എമൗണ്ടായി 40,000 10%, ദെൻ പ്രീമിയം പേ ചെയ്ത 5,000. അപ്പോൾ 4,000 5,000 നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് 4,000. അപ്പോൾ ഈ 4,000 നമുക്ക് എലിജിബിൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ആയിട്ട് നമുക്ക് എഴുതാം. ദെൻ ദ ഫോർത്ത് ഐറ്റം, കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസയ്ക്ക് മാത്രമേ നമുക്ക് 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടാത്തുള്ളൂ. റെക്കഗ്നൈസ്ഡ് PF ആയാലും സ്റ്റാറ്റ്യൂട്ടറി PF ആയാലും പബ്ലിക് PF ആയാലും നമുക്ക് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസയ്ക്കൊക്കെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇതിലെ ഫോർത്ത് ഐറ്റമായ റെക്കഗ്നൈസ്ഡ് PFലേക്ക് അടയ്ക്കുന്ന 15,000 നമുക്ക് 80C പ്രകാരം ഡിഡക്ഷൻ ആവശ്യപ്പെടാം. അതേമാതിരി തന്നെ ഫിഫ്ത്ത് ഐറ്റമായ കോൺട്രിബ്യൂഷൻ ടു പബ്ലിക് PFലേക്ക് അടയ്ക്കുന്ന 74,000 നമുക്ക് 80C പ്രകാരം നമുക്ക് മൊത്തമായിട്ട് ഡിഡക്ഷൻ ആവശ്യപ്പെടാം. ദെൻ സിക്സ്ത് ഐറ്റം, ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, അതും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 80C പ്രകാരം നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാര്യം. Then seventh item, national savings certificate 8th issue purchased ₹20,000. NSC 8th ഇഷ്യൂ പർച്ചേസ് ചെയ്യുന്നതിന് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതേമാതിരി തന്നെ എക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ NSC സർട്ടിഫിക്കറ്റ് 8th ഇഷ്യൂ ₹1,730. ഇതേമാതിരി തന്നെയാണ് NSCയുടെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നതിനും നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് ഇത്തരത്തിലുള്ള ഈ ഡിഡക്ഷൻസ് ഒക്കെ നമുക്ക് 80C പ്രകാരം നമുക്ക് ഇൻകം ടാക്സ് ആക്ട് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ടുപോയിട്ട് നമ്മൾ ഗവൺമെൻറ് ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എടുത്തുകൊണ്ട് ഗവൺമെൻറ്റിന് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേ സമയത്ത് നമുക്ക് ഡിഡക്ഷൻ തരുന്നതുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന്, അതായത് അസസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബെനിഫിറ്റാണ്. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പൈസ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് സെക്ടറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേ സമയത്ത് നമുക്ക് അതിന് എന്ത് കിട്ടുന്നു? ഡിഡക്ഷൻ കിട്ടുന്നു. അപ്പോൾ രണ്ടുപേർക്കും, ഗവൺമെൻറ്റിനും ഇത് ബെനിഫിറ്റായ കാര്യം തന്നെയാണ്, അതേ സമയത്ത് അസസ്സിക്കും ഇത് ബെനിഫിറ്റായ കാര്യം തന്നെയാണ് വരുന്നത്. ദെൻ the ninth item, loan installment repaid to LIC of India ₹25,000. The loan was taken in 2010 to purchase a DDA flat for own residential purpose. അതായത് നമ്മൾ വീട് വെക്കുന്നതിന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ട്. LICയിൽ നിന്നാണ് ലോൺ എടുക്കുന്നത്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ റീപേ ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് 25,000 രൂപ നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ട് വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യുന്ന സമയത്ത് നമുക്ക് 80C പ്രകാരം നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഈ 25,000 നമുക്ക് 80C പ്രകാരം ഡിഡക്ഷൻ എഴുതാം. ദെൻ നെക്സ്റ്റ്, ട്യൂഷൻ ഫീ പെയ്ഡ് ഓഫ് ഹിസ് സൺ ₹15,000. മകൻ്റെ ട്യൂഷൻ ഫീ പേ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്.
അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം? നമ്മളിതിൽ ഫസ്റ്റ് ഐറ്റം ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫ് ഓൺ ലൈഫ്. ഞാൻ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇതൊക്കെ. 10% ഓഫ് പോളിസി എമൗണ്ടും ദെൻ പ്രീമിയം പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ് 8,000 നമ്മൾ എമൗണ്ട് കോളത്തേക്ക് എടുത്ത് എഴുതണം. ദെൻ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് മാരീഡ് ഡോട്ടേഴ്സ് ലൈഫ്. അവിടെ പ്രീമിയം എമൗണ്ട് മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഏത് വർഷത്തിലെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രീമിയം എമൗണ്ട് മൊത്തമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ദെൻ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫ് വൈഫ്സ് ലൈഫ്, ഇതേമാതിരി തന്നെ 10% ഓഫ് പോളിസി എമൗണ്ട് പ്രീമിയം പെയ്ഡ് ദെൻ വിച്ച് എവർ ഈസ് ലെസ് 4,000 നമ്മൾ ക്ലെയിം ചെയ്തു. ദെൻ കോൺട്രിബ്യൂഷൻ ടു RPF, PPF, ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം, പർച്ചേസ് ഓഫ് NSC, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ NSC, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്, ട്യൂഷൻ ഫീ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എമൗണ്ട് കോളത്തിൽ എല്ലാം കൂടി കൂട്ടുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1,64,930 രൂപ കിട്ടും. അപ്പോൾ നമുക്കറിയാം എത്ര രൂപ വരെയാണ് നമുക്ക് ATC പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? 1,50,000 വരെയാണ് പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ആടിയിൽ എഴുതി വയ്ക്കുക. അതായത് 1,64,930 രൂപയും 1,50,000 നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദ ലെസർ എമൗണ്ട് ഈസ് 1,50,000 ആൻഡ് ദിസ് 1,50,000 വിൽ ബി ദി ക്വാളിഫയിങ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. Okay, now moving to one more question. In this question, from the following information, compute the amount entitled to deduction under Section 80C of Income Tax Act for the assessment year 2021-22. Here, premium paid ₹5,000 on life policy of own life. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സ്വന്തം പേരിലെടുത്ത പോളിസിയാണ്. നമുക്ക് 5,000 രൂപ ഡയറക്റ്റായിട്ട് നമുക്ക് ATC പ്രകാരം ഡിഡക്ഷൻ എഴുതാം. ദെൻ പ്രീമിയം പെയ്ഡ് ₹16,000 ഓൺ ദ ലൈഫ് പോളിസി ഓഫ് ഹിസ് മേജർ സൺസ് ലൈഫ്. അത് നമുക്ക് ATC പ്രകാരം നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ദെൻ പ്രീമിയം പെയ്ഡ് ₹1,000 ഓൺ ദ ലൈഫ് പോളിസി ഓഫ് ഹിസ് മാരീഡ് ഡോട്ടർ. ഇതൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ ഡേറ്റ് തരാത്തതുകൊണ്ട് നമുക്ക് അതിൽ കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല. പ്രീമിയം എമൗണ്ട് ജസ്റ്റ് നമുക്ക് എടുത്ത് എഴുതിയാൽ മതി. ദെൻ കോൺട്രിബ്യൂഷൻ ടു RPF, കോൺട്രിബ്യൂഷൻ ടു PPF, ഇതൊക്കെ നമുക്ക് ATC പ്രകാരം ഡിഡക്ഷൻ വരുന്നതാണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ NSC, അത് 7th ഇഷ്യൂ എന്നല്ല കേട്ടോ എഴുതേണ്ടത്, 8th ഇഷ്യൂ എന്നാണ് നമ്മളവിടെ എഴുതേണ്ടത് കേട്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ NSC 8th ഇഷ്യൂ ₹10,000 അത് നമുക്ക് ക്ലെയിം ചെയ്യാം. ഡെപ്പോസിറ്റ് ഇൻ ഹോം ലോൺ അക്കൗണ്ട്, അതായത് ലോൺ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുത്തതിൻ്റെ മുതൽ എമൗണ്ട് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നതിനെയാണ് നമ്മളവിടെ പറയുന്നത്. അത് നമുക്ക് ക്ലെയിം ചെയ്യാം. ദെൻ കോൺട്രിബ്യൂഷൻ ടു ULIP, അത് നമുക്ക് ATC പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ദെൻ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫ് ₹1 lakh ടേക്കൺ. Then life insurance policy of ₹1 lakh taken in 2020 on wife's life. The premium paid ₹8,000 out of agricultural income. ഇവിടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി എത്ര രൂപയുടെ എടുത്തുന്നത്? 1,00,000 രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് എടുത്തുന്നത്. അത് എടുക്കുന്നത് 2020 ഭാര്യയുടെ പേരിലാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭാര്യയുടെ പേരിൽ എടുത്തത് വൈഫ്സ് ലൈഫ് ആണെങ്കിൽ നമുക്കത് എലിജിബിൾ ഡിഡക്ഷൻ ആണ്. ഇനി ഇയർ എന്ന് പറയുന്നത് 2020 ആയതുകൊണ്ട് തന്നെ നമ്മൾ 1 lakhൻ്റെ 10%ഉം പ്രീമിയം പേ ചെയ്ത് 8,000 നമ്മൾ കമ്പയർ ചെയ്യുകയും അതിൽ ചെറിയ എമൗണ്ട് ഏതാണോ അത് നമുക്ക് ഡിഡക്ഷനായിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിലെ ചെറിയ എമൗണ്ട് ഏതാണോ അത് നമുക്ക് എമൗണ്ട് കോളത്തിൽ എഴുതാം. ഇനി എങ്ങനെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നു? ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫ് ഓൺ ലൈഫ് 5,000 എഴുതി. മേജർ സൺസ് ലൈഫ്, മാരീഡ് ഡോട്ടേഴ്സ് ലൈഫ്, കോൺട്രിബ്യൂഷൻ ടു RPF, കോൺട്രിബ്യൂഷൻ ടു PPF, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ NSC, ഡെപ്പോസിറ്റ് ഇൻ ഹോം ലോൺ അക്കൗണ്ട്, കോൺട്രിബ്യൂഷൻ ടു ULIP, LIC പോളിസി ഓൺ വൈഫ്സ് ലൈഫ്. അത് മാത്രം നമ്മൾ കാൽക്കുലേഷൻ അവിടെ ചെയ്യണം കേട്ടോ. താഴത്തെ അവിടെ എമൗണ്ട് ഇന്നർ കോളത്തിൽ തന്നെ എഴുതിയിട്ട് കാൽക്കുലേഷൻ ചെയ്യണം. അതായത് 1 lakhൻ്റെ 10% ₹10,000 പ്രീമിയം പെയ്ഡ് ₹8,000 വിച്ച് എവർ ഈസ് ലെസ് 8,000 എന്നിട്ട് ആ 8,000 നമ്മൾ എമൗണ്ട് കോളത്തേക്ക് എടുത്തെഴുതാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുന്നു. ആൻഡ് ദ എമൗണ്ട് ടോട്ടൽ ഈസ് 62,000. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത്, നമുക്കറിയാം മാക്സിമം എമൗണ്ട് അണ്ടർ സെക്ഷൻ 80C എന്ന് പറയുന്നത് 1,50,000. നമുക്കിവിടെ കിട്ടിയിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 62,000 രൂപയാണ്. അപ്പോൾ ഈ രണ്ട് എമൗണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് അതിൽ ചെറിയ എമൗണ്ട് ഏതാണോ അതാണ് നമുക്ക് 80C പ്രകാരം നമ്മൾ ഡിഡക്ഷൻ പറയുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ചെറിയ എമൗണ്ട് 62,000 ആണല്ലോ. അപ്പോൾ ദിസ് 62,000 വി വിൽ ബി ക്ലെയിമിംഗ് ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. Okay, now moving to one more question. Calculate the qualifying amount under section 80C for the assessment year 2021-22. Here life insurance premium paid ₹20,000 on his own policy. സ്വന്തം പേരിലെടുത്ത പോളിസിയാണ്, അതിൻ്റെ പ്രീമിയം 20,000 എലിജിബിൾ ആണ്. ഹിസ് ഓൺ കോൺട്രിബ്യൂഷൻ ടു RPF ₹5,000 ആൻഡ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF ₹4,000. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ 80C പ്രകാരം നമുക്ക് RPFിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിന് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്ര രൂപയാണോ അതിനാണ് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. എംപ്ലോയർ കോൺട്രിബ്യൂഷന് RPFിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നില്ല 80C പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 5,000 രൂപ മാത്രമേ നമുക്ക് 80C പ്രകാരം നമുക്ക് ഡിഡക്ഷനായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. Then repayment of loan taken for the construction of the residential house ₹80,000 out of which
30,000 ഈസ് ഇൻട്രസ്റ്റ്. ഇതും ഇതേമാതിരി നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ 80C പ്രകാരം നമ്മൾ ലോൺ എമൗണ്ട് തിരിച്ചടയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിലെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് നമ്മൾ എത്രയാണോ അടയ്ക്കുന്നത്, അതായത് നമ്മൾ എടുത്ത പൈസയിലേക്ക് മുതലിലേക്ക് നമ്മൾ എത്രയാണോ അടയ്ക്കുന്നത് ആ എമൗണ്ടിന് മാത്രമേ നമുക്ക് 80C പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റ് എമൗണ്ട് ഡിഡക്ഷന് വേറെ സെക്ഷൻ പറയുന്നുണ്ട്. അത് നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. അത് നമ്മൾ വരുന്ന ഇത് പഠിക്കുന്നതിന് സമയത്ത് നമ്മൾ അതിൻ്റെ സെക്ഷൻ നമ്മൾ വീണ്ടും പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ 80C പ്രകാരമുള്ള ഡിഡക്ഷൻ എത്രയെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ 80C പ്രകാരം നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നത് മൊത്തം പേ ചെയ്തത് 80,000 രൂപ, അതിൽ 30,000 രൂപ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പേ ചെയ്ത് 50,000 രൂപ. ആ 50,000 രൂപ മാത്രമേ നമുക്ക് 80C പ്രകാരം നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, പർച്ചേസ് NSE 9th ഇഷ്യൂ ഓഫ് ₹10,000. അത് നമുക്ക് ക്ലെയിം ചെയ്യാം. ദെൻ കോൺട്രിബ്യൂഷൻ ടു ഫാമിലി ബെനിഫിറ്റ് ഫണ്ട്. അത് നമുക്ക് ഒരിക്കലും ഫാമിലി ബെനിഫിറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് 80C പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ എടുക്കാൻ പാടില്ല. ദെൻ എക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ NSE 8th ഇഷ്യൂ എമൗണ്ടഡ് ടു ₹1,000. അത് നമുക്ക് ക്ലെയിം ചെയ്യാം. ദെൻ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ഹിം ഓൺ ഹിസ് ബ്രദേഴ്സ് ലൈഫ് പോളിസി വാസ് ₹5,000. ഇവിടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് സ്വന്തം പേരിൽ, സ്പൗസിൻ്റെ പേരിലും കുട്ടികളുടെ പേരിലും എടുക്കുന്ന പോളിസിക്ക് മാത്രമേ നമുക്ക് 80C പ്രകാരം നമുക്ക് ഡിഡക്ഷൻ നമുക്ക് ആ പ്രീമിയം പേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ പോളിസി എടുക്കുന്നത് ബ്രദറിൻ്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യും? ഇവിടെ ആദ്യം ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫ് ഓൺ ലൈഫ് 20,000 പ്രീമിയം പേ ചെയ്തത് എഴുതി. ദെൻ കോൺട്രിബ്യൂഷൻ ടു RPF 5,000 എഴുതുള്ളൂ. കാരണം അവിടെ എന്താണ്, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ടേക്കൺ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി റെസിഡൻഷ്യൽ ഹൗസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മൊത്തം 80,000 രൂപ കൊടുത്തിട്ടുണ്ട്. അതിൽ 30,000 രൂപ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയാണ് പ്രിൻസിപ്പലിലേക്ക് പേ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ എമൗണ്ട് മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ NSE 8th ഇഷ്യൂ പർച്ചേസ്ഡ് കോൺട്രിബ്യൂഷൻ ടു ഫാമിലി ബെനിഫിറ്റ് ഫണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ദെൻ എക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ NSE 8th ഇഷ്യൂ അത് നമുക്ക് ഓൾറെഡി എഴുതാം. ദെൻ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫ് ഓൺ ബ്രദേഴ്സ് ലൈഫ് പോളിസി അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ക്വാളിഫയിങ് എമൗണ്ട് 86,000. അപ്പോൾ പിന്നെ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ്. ദെൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 86,000 ആണ്. വിച്ച് എവർ ഈസ് ലെസ്, അതിൽ ക്വാളിഫയിങ് എമൗണ്ട് ഇപ്പോൾ എത്ര തന്നെ വരിക, 86,000 തന്നെയാണ് നമുക്ക് ക്വാളിഫയിങ് എമൗണ്ട് ആയിട്ട് വരിക. അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ ഒന്ന് നോട്ടിൽ വർക്ക് ചെയ്ത് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ മെസ്സേജിൽ ഇടുക കേട്ടോ. താങ്ക് യു.